إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل قد أفلح المؤمنون الذين هم في صلاتهم خاشعون. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളായ സത്യവിശ്വാസികളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് കാണാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ള ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്ന ആളുകളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ടാണ്, ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനിന്റെ ഓരോ ദിവസവും കടന്നു പോകേണ്ടത് എന്ന് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും 5 വഖ്ത് അള്ളാഹുവിനെ സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുകയെന്നുള്ളത് അവൻ്റെ മേൽ ഫർളാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടി ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നവനാരോ അവന് വിജയമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. വയഖൂലു അല്ലാഹു അസ്സ വജൽ الذين يؤمنون بالغيب ويقيمون الصلاة, മുത്തഖീങ്ങളായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആര് എന്നതിൻ്റെ വസ്ഫ് പറയുന്നിടത്ത് الذين يؤمنون بالغيب, അദൃശ്യമായതിൽ വിശ്വസിക്കുകയും ويقيمون الصلاة, നമസ്കാരം മുറ പോലെ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ എന്ന് വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ويقول الله عز وجل إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. 3 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്കൊരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവർ,
വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും അവർ. ഇപ്രകാരം ഈ 3 കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും തൻ്റെ ധനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്യുന്ന ആൾ, അയാൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നഷ്ടമാകാത്തൊരു കച്ചവടമാണ് എന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ മാ തഖൂലു ദാലിക യുബ്ഖി മിൻ ദറനിഹി ഖാലൂ ലാ യുബ്ഖി മിൻ ദറനിഹി ഷൈഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിച്ചു, ഒരു മനുഷ്യന്റെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയിൽ നിന്ന് 5 നേരവും അവൻ കുളിച്ച് വൃത്തിയാകുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കുമുണ്ടാകുമോ? സ്വഹാബാക്കൾ പറഞ്ഞു, അയാളുടെ ശരീരത്തിൽ യാതൊരു അഴുക്കുമുണ്ടാകുകയില്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദാലിക മസലു സ്വലവാതിൽ ഖംസ് യംഹു അല്ലാഹു ബിഹിൽ ഖതായ. അപ്രകാരമാണ് ഒരു മനുഷ്യന്റെ 5 നേരത്തെ നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങൾ അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആ നമസ്കാരം വഴി നടത്തുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മാത്രമല്ല, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ ഒന്ന് നമസ്കാരമാണ്. അസ്സലാത്തു മിൻ അഹബ്ബിൽ അഅമാലി ഇലല്ലാഹ് വഅസ്ഖലിഹാ ഫീ മവാസീനിൽ അബ്ദി യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ തന്റെ തുലാസിലേറെ കനം തൂങ്ങുന്നതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ കർമ്മങ്ങളിൽ ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. അൻ അബി ഉമാമ അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ. അള്ളാഹു നിർബന്ധമാക്കിയ ഒരു നമസ്കാരത്തിന് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് വുദു എടുത്തുകൊണ്ട് ആ നമസ്കാരം ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനുണ്ടല്ലോ, ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം. ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് അല്ലാഹു തആലക്ക് ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിഫലമാണ് അവനുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹാ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാഹ് ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. അതുപോലെ തന്നെ ദുഹാ നമസ്കാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വുദു എടുത്ത് അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പുറപ്പെടുന്നുവെങ്കിൽ ആ മനുഷ്യന് ഒരു ഉംറയുടെ പ്രതിഫലമാണുള്ളത്. വസലാത്തുൻ അലാ അസരി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. അതേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ലിയീങ്ങളിൽ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ അവന്റെ കിതാബ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. പുണ്യവാന്മാരുടെ ഏടുകൾ ഇരിക്കുന്നത് ഇല്ലിയീങ്ങളിലാണ്, ഉന്നതങ്ങളിലാണ് എന്ന് പറഞ്ഞ ആ വചനത്തിലെ കിതാബും ഫീ ഇല്ലിയീൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു നമസ്കാരത്തിനും മറ്റൊരു നമസ്കാരത്തിനും ഇടയ്ക്ക് മോശമായ പ്രവർത്തനങ്ങളിലുമൊന്നും ഏർപ്പെടാതെ ആ 2 നമസ്കാരങ്ങളും അതിൽ വീഴ്ച വരുത്താതെ അവൻ നിർവഹിച്ചാൽ അവന്റെ കിതാബ് ഇല്ലിയീങ്ങളിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം അതിൽ ഖുശൂ ഉണ്ടാകാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അതാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തൻ്റെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ഖുശൂഓടുകൂടി നമസ്കരിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഖുശൂ എന്ന് പറയുന്നത് ലീനുൽ ഖൽബ് വരിഖത്തിഹ്, തൻ്റെ ഹൃദയം അല്ലാഹുവിന് വിധേയപ്പെട്ട് വിനയത്തോടുകൂടി റബ്ബിന്റെ മുന്നിൽ നിൽക്കുകയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഖുശൂഉള്ള ഹൃദയം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം في حديث رواه عمرو بن عبس رضي الله عنه فإن هو قائم فصلى فحمد الله وأثنى عليه ومجده بالذي هو له أهل وفرغ قلبه لله
إلا انصرف من خطيئته كهيئته يوم ولدته أمه. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടു കൂടിയുള്ള ഹൃദയവുമായി, ശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിനെ അവൻ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ അവൻ സ്തുതിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉമ്മ അവന് ജന്മം നൽകിയ ദിവസത്തിൽ എത്രമാത്രം പാപമുക്തനായിരുന്നുവോ അതുപോലെ അവൻ മടങ്ങുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നമസ്കാര ശേഷം തൻ്റെ ഉമ്മ ജനിപ്പിച്ച ഒരു കുഞ്ഞിനെ പോലെ പാപമുക്തനായി ആ മനുഷ്യൻ മടങ്ങുന്നുവെന്ന് മഹാനായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം വളരെ സുപ്രധാനമാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾ അതൊരു വീഴ്ചയും വരുത്താതെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. قال النبي صلى الله عليه وسلم إذا قمت في صلاتك ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. നീ നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നു കഴിഞ്ഞാൽ അത് തൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് കരുതി വേണം നമസ്കരിക്കാൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭയഭക്തിയോടുകൂടി, ഖുശൂഅോടുകൂടി, ആത്മാർത്ഥമായി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ 5 നേരത്തെ നമസ്കാരവും കൃത്യമായി സമയത്ത് നമ്മൾ നിർവഹിക്കുക. അള്ളാഹുവിൻ്റെ മസാജിദുകളിൽ ആ മസാജിദിനെ ജീവിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാല അല്ലാഹു അസ്സ വജൽ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ നിങ്ങൾ എന്ത് സമ്പാദിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. ഏത് ഇടത്തിൽ വെച്ചാണ്, ഭൂമിയിൽ വെച്ചാണ് നിങ്ങളുടെ റൂഹ് പിടിക്കപ്പെടുന്നത് അതും നിങ്ങൾക്കറിവില്ലാത്ത കാര്യമാണ്. നമ്മളുടെ പള്ളിയിൽ സാധാരണ വരാറുണ്ടായിരുന്ന, നമ്മളുടെ സാൽമിയയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹജ്ജിൻ്റെ വേളയിൽ കാണാതാകുകയും ഈ അടുത്ത ദിവസമാണ് അദ്ദേഹത്തെ കണ്ടുകിട്ടുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി ഹറമിൽ മയ്യത്ത് നമസ്കാരത്തിന് ആ സഹോദരൻ പോകുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകിക്കൊണ്ട് പിതാവിൻ്റെ മയ്യത്ത് നമസ്കാരം ഹറമിൽ വെച്ച് നമസ്കരിച്ച് പിറ്റേ ദിവസം കുവൈത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങവേ ആ സഹോദരൻ ഒരു ആക്സിഡൻറ്റിൽ നമ്മെ വിട്ട് പിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല റിയാസ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وعاف مبتلاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم عليك باليهود المعتدين ومن عاونهم. اللهم حرر الأقصى من الكفرة الظالمين وارزقنا فيه صلاة قبل الممات. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.